പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഏറിയ പങ്കും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലുള്ളവരുടെ പരീക്ഷകളൊക്കെ പൂർത്തീകരിച്ചു എന്ന് ഞാൻ കരുതുന്നു. 10ാം ക്ലാസ്സിലെ പരീക്ഷ, 12ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പരീക്ഷാ ഫലത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് 12ാം ക്ലാസ്സിൽ ഏത് വിഷയം തിരഞ്ഞെടുക്കണം, 12ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അടുത്ത ഉപരിപഠനത്തിന് ഏത് വഴിയിലൂടെ തിരിഞ്ഞു പോകണം എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും ആശങ്കകളും അതേ സംബന്ധിച്ചുള്ള മനസ്സിൻ്റെ പിരിമുറുക്കങ്ങളും ഒക്കെ ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളിലേക്ക് ഉണ്ടാവും. ചിലരൊക്കെ പരീക്ഷകൾ എഴുതുന്നതിന് വേണ്ടി, പ്രവേശന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാവുന്നുമുണ്ടാവും. എനിക്കിന്ന് നിങ്ങളോട് പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനുള്ളത് ഒരു വ്യക്തമായൊരു ദിശാബോധത്തിൽ, ഓറിയൻറ്റേഷനിൽ, ലക്ഷ്യബോധത്തിൽ, ഡെസ്റ്റിനേഷനിൽ നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. ഓറിയൻറ്റേഷൻ ആൻഡ് ഡെസ്റ്റിനേഷൻ, ഇത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ നമുക്ക് തന്നെ ചില പ്രേരണകൾ ഉണ്ടാവും. എനിക്ക് ഏത് വഴിയെ പോകാം? ഒരു വക്കീലാകാമോ? ഒരു അധ്യാപകനോ അധ്യാപികയോ ആകാമോ? ഒരു ഡോക്ടറാകാമോ? ഒരു എൻജിനീയറാകാമോ? ഒരു വൈദികനാകാമോ? സന്യസ്ത ജീവിതത്തിലേക്ക് പോകാമോ? അങ്ങനെയും ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകൾ കാണും. അപ്പോൾ വിവിധ തലങ്ങളിലേക്ക് തിരിയുവാനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയാവും. ചിലരൊക്കെ അതിൽ ഉറച്ചു കാണുമായിരിക്കാം. ചിലരൊക്കെ ഇപ്പോഴും പല സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു മൂന്നാമതൊരാൾ ഉണ്ടാവുന്നത് വളരെ നന്നായിരിക്കും. എ തേർഡ് പേഴ്സൺ with whom you can discuss, with whom you can air your opinion, your aspiration, your ideas and thoughts. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്ക് നന്മ മാത്രം ആഗ്രഹിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, ആധ്യാത്മികമായ നിറവുള്ള ആരെയെങ്കിലും നമ്മൾ കാണേണ്ടതുണ്ട്. മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി വേറൊരാൾ, പക്ഷേ സൂക്ഷിച്ചു കൊള്ളണം, പ്രാർത്ഥിക്കുന്ന ആളായിരിക്കണം, നിങ്ങൾക്ക് വേണ്ടി നന്മ ആഗ്രഹിക്കുന്നവരായിരിക്കണം, നിങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കുവാനുള്ള കൽപ്പും ശേഷിയുമുള്ള ആളായിരിക്കണം. അങ്ങനെ ഒരു ട്യൂട്ടർ, എ മെൻറ്റർ, എ ഗൈഡ്, they will help you. ഒരാൾ മതി, അയാൾ നിങ്ങളെ ധാരാളം സഹായിക്കും. അയാളുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല, നിങ്ങളെ തീരുമാനമെടുക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു മൂന്നാമതൊരാൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ സന്ദർഭങ്ങളിൽ മാതാപിതാക്കന്മാർ അവരുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഒരു മൂന്നാമതൊരാളാണെങ്കിൽ നമ്മളുടെ ചായ്വുകളും നമ്മളുടെ താല്പര്യങ്ങളും, അവർ ഇൻക്ലിനേഷൻസ്, അവർ ആസ്പിറേഷൻസ്, അവരത് ഉൾക്കൊണ്ടുകൊണ്ട് എ സീരീസ് ഓഫ് ഡിസ്കഷൻ വിത്ത് ദം, അവരുമായി ചർച്ചകൾ, തുടരെയുള്ള ചർച്ചകൾ അങ്ങനെ നടത്തിയിട്ട് നിങ്ങളിലുള്ള മികവുകളും ആ മികവുകൾ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായി ഇനിയും എന്ത് പഠനത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ള ഉപദേശങ്ങളും ഈ മൂന്നാമതൊരാൾ എന്ന് ഞാൻ പറഞ്ഞയാൾക്ക് തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ കഴിയും. നിങ്ങളുടെ മാതാപിതാക്കളുടെ ഉപദേശവും മാർഗദർശനവും തീർച്ചയായിട്ടും വളരെ ഉപകരിക്കും. എന്നാൽ അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ പേഴ്സൺ,
ആസ് എ ഫ്രണ്ട് ആൻഡ് ആസ് എ ഗൈഡ്, എ ട്യൂട്ടർ ആൻഡ് എ മെൻറ്റർ, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു സ്പിരിച്വൽ person, not necessarily a priest, but always a spiritual person, who has God in him. അങ്ങനെ ഒരാളെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ സമയം നമ്മളുടെ ഓറിയൻറ്റേഷൻ, നമ്മളുടെ ഡെസ്റ്റിനേഷൻ, നമ്മളുടെ ദിശാബോധം, നമ്മളുടെ ലക്ഷ്യബോധം ഏത് വഴിക്ക് തിരിഞ്ഞ് പോകണം, ആത്യന്തികമായ നമ്മളുടെ ലക്ഷ്യം ജീവിതത്തിൽ എന്തായിരിക്കണം, ഇത് വ്യക്തമാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവസ്നേഹിയെ നമുക്ക് കണ്ടെത്തുവാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാതാപിതാക്കളുടെ ഉപദേശം തീർച്ചയായും വിലമതിക്കുകയും വേണം. നിങ്ങളുടെ ആളത്വത്തിൻ്റെ പ്രത്യേകതകൾ, താല്പര്യങ്ങൾ ആദരിക്കപ്പെടുകയും വേണം. It should be, your aspiration should be honored, but at the same time proper guidance can be given. ഇത് ഈ കാലഘട്ടത്തിൽ, ഈ അവസരത്തിൽ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് പരീക്ഷാഫലത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, പുതിയ പ്രവേശന പരീക്ഷകൾ നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായും നിങ്ങളെ വളരെയേറെ സഹായിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. കുഞ്ഞുങ്ങളെ, ദൈവം തമ്പുരാൻ നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.